ചങ്ങായിമാർ, നമ്മളെ പേർലി മാണിയെ കുറിച്ചാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. ഞാൻ പറയാൻ കുറച്ച് ലേറ്റ് ആയി പോയി, എന്നാലും പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. വേറെ ഒന്നുമല്ല, നമ്മളെ പേർലി മാണി അടിപൊളി ഒരു ചാണകം ചവിട്ടിയത് എല്ലാവരും കേട്ടാണല്ലോ. ചാണകം ചവിട്ടി എന്നല്ല പറയണത്, പണ്ടേ ചാണകമായിരുന്നു. പക്ഷെ ക്യൂട്ട്നെസ് വാരി വിതറിയിട്ട് മുഖത്തുള്ള ആ ചാണകം ഉണ്ടല്ല, ആ ചാണകം ഇത്രയും കാലം നമ്മളെ പേർലി മാണി ഉണ്ടല്ല ഒളിപ്പിച്ച് നടത്തലായിരുന്നു. പക്ഷെ ഇന്നലെ വിദ്യാർത്ഥി സമരവുമായിട്ട് നമ്മളെ പേർലി മാണി ഒരു പോസ്റ്റ് ഇട്ടപ്പം പേർലി മാണിയുടെ മുഖത്തുണ്ടായിരുന്ന ആ ചാണകം ഉണ്ടല്ല, ആ ചാണകം ലോകം മൊത്തം കണ്ട്. പേർലി മാണി പോസ്റ്റ് ഇട്ടു എന്നല്ല പറയണത്, പോസ്റ്റ് ഇട്ടു മുക്കി, വീണ്ടും പോസ്റ്റ് ഇട്ടു വീണ്ടും മുക്കി. അതിനിടയിൽ കമന്റ് ബോക്സിൽ പേർലി മാണിക്കെതിരായിട്ട് കമന്റ് ഇട്ടവരെ മൊത്തം ഉണ്ടല്ല പേർലി മാണി ബ്ലോക്ക് ആക്കി, കുറെ ആളുടെ കമന്റുകൾ ഉണ്ടല്ല അങ്ങ് ഡിലീറ്റ് ആക്കി. അവസാനം നമ്മളെ പേർലി മാണിക്ക് വേറെ ഒരു രക്ഷയിലായിട്ട് പേർലി മാണി ഉണ്ടല്ല കമന്റ് ബോക്സ് തന്നെ അങ്ങ് ഓഫാക്കി. പേർലി മാണിന്റെ പോസ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടല്ല വിദ്യാർത്ഥികളെ സപ്പോർട്ട് ചെയ്യുകയും വേണം, പക്ഷേ ഉണ്ടല്ല ബി ജെ പി സർക്കാരിനെ വേദനിപ്പിക്കാനും പാടില്ല. അമ്മാതിരി ഒരു പോസ്റ്റാണ് നമ്മൾ പേർലി മാണി ഇട്ടത്. അതുകൊണ്ട് നമ്മൾ പേർലി മാണി ഇട്ട പോസ്റ്റിൽ പേർലി മാണി എന്താ പറഞ്ഞെന്ന് വെച്ചാൽ, വിദ്യാർത്ഥികളെ നിങ്ങൾക്ക് അവിടെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, അപകടമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുണ്ടല്ല നേരെ വീട്ടിൽ പോയിട്ട് സമരം ചെയ്യുക എന്ന്. എന്റെ പേർലി മാണി, പണ്ട് നമ്മളെ സ്വാതന്ത്ര്യ സമര സേനാനികളുണ്ടല്ല വീട്ടിലിരുന്ന സമരം ചെയ്തെങ്കിൽ ഞാനും നീക്കേണ്ടല്ലേ ഇപ്പം ബ്രിട്ടീഷുകാരുടെ കാൽക്കീഴിലായിരിക്കും. പക്ഷെ പണ്ടേ ഷൂ നോക്കി പാരുമ്പോഴുള്ള നിനക്കൊക്കെയല്ല ബ്രിട്ടീഷുകാരുടെ കാലിയിൽ ജീവിക്കാൻ വേണ്ടി യാതൊരു കുഴപ്പമുണ്ടാവില്ല. ഇതൊന്നും പറഞ്ഞിട്ട് നമ്മളെ പേർലി മാണി ഇട്ട പോസ്റ്റിൽ പേർലി മാണി ഉണ്ടല്ല അഭിപ്രായ സ്വാതന്ത്ര്യത്തെ കുറിച്ചെല്ലാം വെച്ച് കാച്ചുന്നുണ്ട്. പക്ഷെ പ്രശ്നം എന്താ വെച്ചാൽ പേർലി മാണി പറഞ്ഞ പോസ്റ്റ് ഉണ്ടല്ല, ആ പോസ്റ്റിന് ആർക്കും അഭിപ്രായ സ്വാതന്ത്ര്യം ഇല്ല. ഇത്രയും ചെയ്തിട്ട് ഇതൊന്നും പോരാഞ്ഞിട്ട് നമ്മളെ പേർലി മാണി അവസാനം പറഞ്ഞ് എനിക്ക് ഇഷ്ടപ്പെട്ട നിറമുണ്ടല്ല അത് കാവ്യാണെന്ന് നമ്മൾ പേർലി മാണി പറഞ്ഞു. ആ കാവ്യ ഏതാണെന്നല്ല നിങ്ങൾ ചിന്തിക്കുന്നത്, ആ കാവ്യ വേറെ ഏതുമല്ല, പണ്ട് നമ്മളെ ദീപിക പാദുകോണ് ഏത് സിനിമയിലുണ്ടല്ല കാവ്യ ഷഡ്ജിട്ടൊന്നും പറ്റി സംഖ്യകൾ കുഴപ്പാക്കില്ലേ, അങ്ങനെ കുഴപ്പാക്കിയ സംഖ്യയുടെ കാവ്യാണ് നമ്മളെ പേർലി മാണിക്ക് ഇഷ്ടം. എന്തായാലും നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അതായത് യൂട്യൂബർ അനന്തു എന്ന് പറഞ്ഞൊരു ചങ്ങയുണ്ടല്ല നമ്മൾ ഈ പേർലി മാണിയെ വലിച്ച് നാട്ടിക്കുന്ന ഒരു വീഡിയോ. നിങ്ങളിൽ പലരും ചിലപ്പോഴല്ല ഈ അനന്തുവിന്റെ വീഡിയോ കണ്ടിട്ടുണ്ടാവും. ഈ അനന്തു അങ്ങനെ രാഷ്ട്രീയ വീഡിയോ ചെയ്യുന്ന ഒരാളല്ല, പക്ഷെ രാഷ്ട്രീയം പറഞ്ഞ സമയത്തുണ്ടല്ലോ നല്ല നട്ടലോടുകൂടി ആരും പേടിക്കാണ്ട് ഈ അനന്തുണ്ടല്ല കൃത്യമായി രാഷ്ട്രീയം പറയാറുണ്ട്. അതായത് സംഖ്യകൾക്കെതിരെ സംസാരിക്കേണ്ട സമയത്ത് കൃത്യമായിട്ട് അനന്തുണ്ടല്ല സംസാരിക്കാറുണ്ട്. എന്തായാലും നമുക്ക് നമ്മൾ അനന്തുണ്ടല്ല പേർലി മാണിക്കും കൂടെ സംഖ്യക്കും നല്ലോണം കൊടുക്കുന്ന വീഡിയോയുടെ കുറച്ച് ഭാഗങ്ങൾ ഒന്ന് കണ്ടിട്ട് വരാം. മോദി സർക്കാരിന്റെ കാലഘട്ടത്തിൽ ഏതാണ്ട് 80-82 തവണയാണ് ക്വസ്റ്റ്യൻ പേപ്പർ ചോർന്നിട്ടുള്ളത്. ഇന്ത്യ മൊത്തത്തിലുള്ള ചോർച്ചയുടെ കാര്യം പറഞ്ഞു. ലാസ്റ്റ് ഒരു 4-5 കൊല്ലത്തിനിടയിൽ 52 തവണയാണ് ചോർന്നിട്ടുള്ളത്. ഇപ്പോഴാണോ മോദിജിക്ക് ഈ ഭാവിയെ പറ്റിയുള്ള ചിന്ത ഇതൊക്കെ ഉണർന്നത്? ഈ മനസ്സിലാവുന്നില്ല. പിള്ളേർ നിരത്തിലിറങ്ങി തല്ലുകൊള്ളേണ്ടി വന്നപ്പോഴാണോ അങ്ങയുടെ കണ്ണ് തുറന്നത്? അപ്പം ഇതാണ് നമ്മുടെ മോദിജിയുടെ പോസ്റ്റ്. ഇതിന്റെ ഒരു വീഡിയോ ഒക്കെ ആയിട്ട് പാരമ്പര്യം വന്നിട്ടുണ്ടായിരുന്നു. സാറിന് പത്രസമ്മേളനം വിളിച്ച് പറയേണ്ട കാര്യം അങ്ങനെ ശീലമില്ലല്ലോ. ഫോണിന്റെ ക്യാമറയിൽ നോക്കി ആരുടെ കൊടുത്ത സാമാനം നോക്കി വായിച്ച് അണ്ണൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഹോട്ടെവർ അതെന്തെങ്കിലും ഒക്കെ ആവട്ടെ. മോദിജി ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടതിന് ശേഷം പല ആളുകളും പോസ്റ്റുമായിട്ട് വന്ന് തുരുതുര എഴുതി വെച്ചിരിക്കുന്ന സാധനം ChatGPT കൊണ്ട് എഴുതി വെച്ചിരിക്കുന്ന സാധനം പോസ്റ്റ് ഇട്ട് തുടങ്ങി. കൂട്ടത്തിൽ നമ്മുടെ പേർലി മാണി വിട്ട് ഒരു പോസ്റ്റ്. പേർലി മാണിയുടെ പോസ്റ്റ് ഇച്ചിരി വലുതാണ്. ഞാനതൊന്നും അതിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ കുറച്ചൊക്കെ ഞാൻ വായിക്കാം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ വളരെ വേദനാജനകമായിരുന്നു. നമുക്ക് എല്ലാവർക്കും നിമിഷം നിർത്തി ചിന്തിക്കാനും ആത്മപരിശോധന നടത്താനും അവർ നിർബന്ധരാക്കി. സീരിയസ്ലി ഇത്രയും നേരം ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നിട്ട് ചിന്തിച്ച് മോദിജി പോസ്റ്റ് ഇട്ടതിന് ശേഷം ചിന്ത തീർന്നു. ഇനി കുഴപ്പമില്ല, എന്തെങ്കിലും ഞാനിവിടെ ഉറങ്ങോട്ട് കാച്ചിയേക്കാം. ഓക്കെ, നമ്മുടെ രാജ്യത്തെ യുവജനങ്ങളുടെ കരുത്തും ഐക്യദാർഢ്യവും നാം കണ്ടല്ലേ. വിദ്യാർത്ഥികളും ഉദ്യോഗസ്ഥരും പരിക്കേറ്റ സംഘർഷങ്ങളുടെ ഹൃദയഭേദകമായ ചിത്രങ്ങളും വീഡിയോകളും ഞാൻ കണ്ടു. അത് എന്റെ ഉള്ളിൽ എന്തോ മാറ്റം വരുത്തി. മോദിയുടെ പോസ്റ്റ് പേർലി ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ വിചാരിച്ചത് മോദിജിയുടെ പോസ്റ്റ് കണ്ടപ്പോൾ ഇനി എനിക്ക് 2 അക്ഷരം പറയുന്നുണ്ട് കുഴപ്പമില്ല, വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവത്തില്ല. അങ്ങനെ ആ പോസ്റ്റ് കണ്ട് മാറ്റം വരുത്തിയ പോലെയാണ് ഇത് കാണുന്ന പല ആളുകൾക്കും തോന്നിയത്. അല്ലാതെ അവരെ തല്ലുകൊള്ളുന്നതൊക്കെ തലകുട്ടുന്നതൊക്കെ കണ്ടിട്ട് മാറ്റം വന്നിരുന്നെങ്കിൽ ഇതിന് കുറെ മുമ്പേ ഇതുപോലൊരു മറുപടി ആയിട്ട് വന്നേനെ. ഇപ്പൊ എന്ത് കണ്ടിട്ട് ആ മാറ്റം വരുത്തിയ ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. ദയവായി പരിക്കേൽക്കരുത്, ദയവായി സുരക്ഷിതമായി ഇരിക്കൂ, നിങ്ങളുടെ ജീവൻ അപകടത്തിലാണെങ്കിൽ നിങ്ങൾ വീട്ടിലേക്ക് മടങ്ങൂ. വാവ്, സൂപ്പർ ഉപദേശം. ഒരു ലക്ഷ്യവും ഒരു ജീവനും നഷ്ടപ്പെടുത്താൻ തക്കത്ര വിലപ്പെട്ടതല്ല. അല്ല പേർലി, ഈ ക്വസ്റ്റ്യൻ പേപ്പർ ചോരാൻ തുടങ്ങിയിട്ട് കുറെ നാളുകളായി, കുറെ വർഷങ്ങളായി. ഇതിന്റെ പേരിൽ 10-20 കുട്ടികൾ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. അതിനേക്കാളും വലുതാണോ? ജീവൻ എടുക്കാതെ സ്വന്തം കരിയറും ജീവിതവും നഷ്ടപ്പെട്ട ആളുകളെ കണക്കെടുക്കാനാണെങ്കിൽ ചിലപ്പോൾ ഇതിനേക്കാൾ കൂടുതലുണ്ടാവും. അതോട് ചേർത്താണ് പറയുന്നത് നിങ്ങൾ വീട്ടിലോട്ട് മടക്കും, ഇവിടെ തല്ലുകൊണ്ട് ചാവണ്ട എന്ന് പറയുന്നത്. ഞാൻ കാര്യം നമ്മൾ അഭിപ്രായം പറയുമ്പോൾ തല്ലുന്നത് എന്തിനാ? ഇതൊക്കെ മൊടന്തൻ ന്യായങ്ങളാണ്. അവരുടെ ശബ്ദം കേൾക്കാൻ അവർ അർഹരാണ്. ശരിയാണ്, അവരുടെ ശബ്ദം കേൾക്കാൻ അർഹരാണ്. അത് ഇത്രയും നാള് ആരും കേൾക്കാത്തത് കൊണ്ടാണ് അവർ ഇപ്പോഴും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, ശബ്ദം ഉയർത്തി സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ആരാ കേൾക്കേണ്ട ആളുകളെ പറ്റി എന്താ ഒന്നും പറയാത്തെ? സമാധാനപരമായി സ്വന്തം അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കുമ്പോൾ അവർ സുരക്ഷിതരാണെന്ന് അനുഭവിക്കാൻ അവർ അർഹരാണ്. പക്ഷെ അങ്ങനെ അർഹിക്കുന്നുണ്ടോ? അവര് സുരക്ഷിതരാകുന്നുണ്ടോ? അവരെ ജിഹാദികളാക്കുന്നു, തീവ്രവാദികളാക്കുന്നു, വേറെ ടീമാക്കുന്നു, എന്തൊക്കെയാണ് പോലീസ് തല്ലിച്ചതയ്ക്കുന്നു. അത് കണ്ടല്ലേ? അതിന് ആർക്കെതിരെയാണ് നമ്മൾ സംസാരിക്കേണ്ടത്? ഞാൻ സമാധാനപരമായി അഭിപ്രായം പ്രകടിപ്പിക്കാനുള്ള അവകാശത്തിൽ വിശ്വസിക്കുന്നു. പക്ഷേ പേടി മനസ്സിലാക്കേണ്ടത്, ഈ ഒരു സമരം നമ്മളെ പഠിപ്പിച്ചത് നമുക്ക് സമാധാനപരമായിട്ട് നമ്മുടെ അവകാശങ്ങൾ, നമ്മുടെ ആവശ്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തിയും ഇവിടെ കേൾക്കില്ല എന്നുള്ളതാണ്. 1 മാസത്തിലധികമായിട്ട് അവർ സമാധാനപരമായിട്ട് അവരുടെ അഭിപ്രായം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആരും കേട്ടില്ല. അതിനുശേഷം അവർ സംഘടിച്ചു. കുറച്ചുകൂടെ ശക്തമായി സമാധാനപരമായിട്ടുള്ള സ്ട്രൈക്കുകൾ അവർ നടത്തി.
എന്നിട്ടും ആരും കേട്ടില്ല. ഒരു അങ്ങേര് 10-20 ദിവസം അവിടെ പോയി നിരാഹാരം കിടന്നു. 10-15 ദിവസം കഴിഞ്ഞിട്ടാണ് ന്യൂസിനകത്ത് തന്നെ അതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ന്യൂസായിട്ട് ന്യൂസുകാർ വരെ കൊടുത്തു തുടങ്ങിയത്. നാഷണൽ മീഡിയസ് ഒക്കെ ഗോദി മീഡിയയാണ്. അവരൊക്കെ ഇത് വളച്ചൊടിച്ച് വേറെ രീതിയിലാണ് കൊടുക്കുന്നത്. അപ്പോൾ സമാധാനപരമായിട്ട് നമ്മൾ പറഞ്ഞ ഇവിടെ ആരും കേൾക്കില്ല. ഇത് ഇപ്പോഴെങ്കിലും നമ്മുടെ ഗവൺമെന്റ് കേട്ടിട്ടുണ്ടെങ്കിൽ അത് അവർ സമാധാനപരമായി ആ ഒരു സമരം നടത്തിയതുകൊണ്ടല്ല, അവരുടെ സമാധാനത്തെ കെടുത്തുന്ന രീതിയിൽ പോലീസുകാർ കയറി ഇവരെ അറ്റാക്ക് ചെയ്തിട്ടാണ്, അടിച്ച് ഓടിച്ചിട്ടാണ്, ചോര ഒലിപ്പിച്ചിട്ടാണ്. ഇത് കണ്ട് ജനങ്ങളും കൂടെ അവർക്ക് സപ്പോർട്ടായിട്ട് വന്നതുകൊണ്ടാണ് നമ്മുടെ പൊളിറ്റിക്കൽ പാർട്ടികൾ അതിന് പിന്തുണ പ്രഖ്യാപിച്ച് വന്നതും ഇപ്പോൾ മോദി അടക്കമുള്ള ആളുകൾ ഇങ്ങനെയുള്ള ഒരു പോസ്റ്റുമായിട്ട് വന്നതും. അല്ലെങ്കിൽ ഒരു പട്ടിക്കുഞ്ഞു പോലും കേൾക്കില്ല. അവരുടെ കരച്ചിൽ, അവരടി കൊണ്ട് അവിടെ കടക്കുന്ന കരച്ചിൽ ഈ രാജ്യം മൊത്തം കണ്ടതിന്റെ പേരിലാണ്. അല്ലെങ്കിൽ അവരൊരു മൂലയ്ക്ക് സമാധാനപരമായിട്ട് ഇങ്ങനെ പോയിരുന്നെങ്കിൽ ഒരുപക്ഷെ ഒരു മനുഷ്യൻ പോലും തിരിഞ്ഞു നോക്കൂല. എന്നിട്ട് കോമഡി ഇതല്ല, ഇനിയുള്ളതാണ്. വായിക്കുക, കേൾക്കുക, ചോദ്യങ്ങൾ ചോദിക്കുക, വിവരങ്ങൾ മനസ്സിലാക്കുക, വിമർശനാത്മകമായി ചിന്തിക്കുക. ഏറ്റവും പ്രധാനമായി സ്വന്തമായി ഒരു നിലപാട് രൂപപ്പെടുത്തുക എന്നതാണ് നിങ്ങളുടെ ഏക സ്വാധീന ശക്തി. നിങ്ങൾ തന്നെ ആകട്ടെ. ഇന്നത് വായിക്കുക, കേൾക്കുക, റീഡ്, ലിസൺ, ആസ്ക് ക്വസ്റ്റ്യൻ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ പോസ്റ്റ് എഴുതി വെച്ചേക്കുന്നത്. എന്നിട്ട് കമന്റ് സെക്ഷൻ ഓഫ് ആണ് ഗൈസ്. പേളിയുടെ കമന്റ് സെക്ഷൻ ഓഫ് ആണ്. ഇത് ഇട്ടപ്പോൾ തന്നെ 10,000 പുറത്ത് കമന്റ് വന്നു. അപ്പോഴത്തേക്ക് നെഗറ്റീവ് ആണ് കൂടുതൽ. കുത്തിയിരുന്ന് കുറേ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു, ചോദിച്ചവരെ ബ്ലോക്ക് ചെയ്ത് കളഞ്ഞു. എന്നിട്ടും നെഗറ്റീവ് വന്നപ്പോഴത്തേക്ക് കമന്റ് സെക്ഷൻ ഓഫ് ആയി കണ്ടം വഴി ഓടി. ഇതും കൂടാഞ്ഞിട്ട് ഇതിന്റെ അടിയിൽ ഒരു ക്യാപ്ഷൻ കൊടുത്തിട്ടുണ്ട്. കമന്റ് സെക്ഷൻ ഈസ് ദ റിഫ്ലക്ഷൻ ഓഫ് മൈ ഫ്രീഡം ഓഫ് സ്പീച്ച്. കമന്റ് സെക്ഷൻ ഈസ് ദ റിഫ്ലക്ഷൻ. എന്നിട്ട് കമന്റ് സെക്ഷൻ എവിടെ? കമന്റ് സെക്ഷൻ ഇല്ല, കമന്റ് സെക്ഷൻ മുക്കി. ഇത് വായിക്കുന്ന ആളുകളുടെ ഫ്രീഡത്തെ, അവരുടെ ഫ്രീഡം ഓഫ് സ്പീച്ചിനെ പേളിമാണി ബ്ലോക്ക് ചെയ്ത് കളയുകയാണ് ഗൈസ്. ഇതാണ് പേളിമാണി ഏറി കയറാനുള്ള വൺ ഓഫ് ദ മെയിൻ റീസൺ. വളരെ മാന്യമായിട്ട് വന്ന കമന്റിനെ വരെ പേളിമാണി ബ്ലോക്ക് ചെയ്ത് വിട്ടു. അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മോദി ഇട്ട പോസ്റ്റും കൂടെ പേളിമാണി തന്റെ സ്റ്റോറിയിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തെ കാര്യം മനസ്സിലായി എന്തുകൊണ്ട് പേളിമാണി ഇങ്ങനെ വന്നിരുന്നിട്ട് വളരെ ന്യൂട്രൽ ആയിട്ട് രണ്ട് വെള്ളത്തിലും കാര്യം കിട്ടുന്ന രീതിയിൽ സംസാരിച്ചു. എന്നുവെച്ചാൽ സ്റ്റുഡൻസിനെ വിഷമിപ്പിക്കാൻ പാടില്ല, എന്നാൽ ഈ പറയുന്ന സംഘികളെ വിഷമിപ്പിക്കാൻ പാടില്ല. ഒരു സേഫ് ഗെയിമാണ് പുള്ളിക്കാരത്തിയോടെ കളിച്ചത്. അതുകൊണ്ടാണ് ഇത്രയും ദിവസം പല ആളുകളും പേളിമാണി എടുത്ത് ഇതിനെപ്പറ്റി സംസാരിക്കാൻ പറഞ്ഞിട്ടും പേളിമാണി സംസാരിച്ചില്ല. കൃത്യമായി മോദിയുടെ പോസ്റ്റ് വന്നു, അതിനുശേഷമാണ് പുള്ളിക്കാരത്തിയുടെ നിലപാട് നേരത്തെ പറഞ്ഞ നിലപാടുണ്ടെന്ന് വേണമെന്ന് പറഞ്ഞാൽ ആ നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് വന്നത്. ഇപ്പം നിലപാടുണ്ടോ ഇല്ലയോ എന്ന് ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. നിങ്ങൾ മോദിയുടെ പോസ്റ്റ് ഷെയർ ചെയ്യുകയോ മോദിയെ സപ്പോർട്ട് ചെയ്യുകയോ അതൊക്കെ ഓരോരുത്തരുടെ താല്പര്യമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ സപ്പോർട്ട് ചെയ്യാം, സപ്പോർട്ട് ചെയ്യാതിരിക്കാം. പക്ഷേ എനിക്ക് മനസ്സിലാവാതെ നിങ്ങൾ നേരത്തെ പറഞ്ഞ നിലപാട് എന്ന് പറഞ്ഞ കാര്യമുണ്ട്. ആ നിലപാട് നിങ്ങൾക്ക് ഉണ്ടോ എന്നുള്ള കാര്യം ഒന്ന് ചിന്തിച്ച് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. ഈ കുട്ടികളുടെ കാര്യത്തിൽ ഇത്രയും ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിനകത്ത് തെറ്റ് ഏതാണ് ശരി ഏതാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഏത് പൊട്ടനും വളരെ സിമ്പിൾ ആയിട്ട് ഇന്നതാണ് കാര്യം, ഇതുകൊണ്ടാണ് ഈ കുട്ടികളോട് സമരം ചെയ്യുന്നത്, അത് അവരുടെ ആവശ്യം അനിവാര്യമാണോ ഇല്ലയോ എന്ന് ചിന്തിച്ചാൽ അല്ലെങ്കിൽ കോമൺ സെൻസ് ഉള്ള ഏത് മനുഷ്യനും മനസ്സിലാക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ നിലപാട് മറ്റൊരുത്തന്റെ കാൽച്ചൂട്ടിൽ കൊണ്ടുപോയി പണയം വെച്ച് കുമ്പിട്ട് നിൽക്കുന്നതിനേക്കാൾ ഭേദം മിണ്ടാതിരിക്കുന്നതാണ് പേടി. ആനന്ദ് പറഞ്ഞതുപോലെ ഇപ്പം പേർലിമാണിക്ക് തോന്നുന്നുണ്ടാകും കേട്ടോ, മിണ്ടാതിരുന്നാ മതിയായിരുന്നു. കാരണം 5.7 മില്യൺ ഫോളോവേഴ്സ് ഉണ്ടായിരുന്നു നമ്മളെ പേർലിമാണി ഉണ്ടല്ല. ഞാൻ ഇപ്പൊ ഈ വീഡിയോ ചെയ്യുന്നില്ല, 5.4 ഫോളോവേഴ്സ് ആയിട്ട് കുറഞ്ഞിട്ടാ ഉള്ളത്. പേർലിമാണി നിങ്ങൾക്ക് അഭിപ്രായം പറഞ്ഞൊന്നും യാതൊരു കുഴപ്പമില്ല. പക്ഷേ ഉണ്ടല്ല, പശുവിനെ പട്ടിയാക്കുന്ന അഭിപ്രായം ഉണ്ടല്ല, ആ അഭിപ്രായം പറയാൻ പാടില്ല. എന്നിട്ട് നിങ്ങൾ ഇട്ട പോസ്റ്റിന് ആരെങ്കിലും അങ്ങോട്ട് വന്നിട്ട് അഭിപ്രായം പറയുമ്പോൾ അയാളെ ബ്ലോക്ക് ചെയ്യുക, ആ കമന്റ് ഡിലീറ്റ് ആക്കുക, ഇതെല്ലാം ഉണ്ടല്ല, ഇതൊന്നും നല്ല പരിപാടിയല്ല. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് പേർലിമാണിന്റെ പോസ്റ്റിൽ പോയിട്ട് കമന്റ് ചെയ്തിട്ട് പേർലിമാണി ബ്ലോക്ക് ആക്കിയ ഒരു യുവതി ഉണ്ടല്ല, പേർലിക്കെതിരെ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് എന്തായാലും ആ യുവതിയുടെ വീഡിയോ ഉണ്ടല്ല, ആ വീഡിയോ കൂടി ഒന്ന് കണ്ടിട്ട് വരാം. പേളിമാണിനെ ബ്ലോക്ക് ചെയ്തു ഗൈസ്. സത്യം പറഞ്ഞത് ഇവിടെ ഒന്ന് പറയണമെന്ന് ഓർത്തില്ല, പക്ഷെ എനിക്ക് പറയണം തോന്നി. കാരണം ഇത്രയും നാളും സൈലൻസിന് ശേഷം പുള്ളിക്കാരി ഇന്നൊന്ന് വാ തുറക്കാന്ന് വിചാരിച്ചിട്ട് ഇന്നൊരു പോസ്റ്റ് ഇട്ടു. ആ പോസ്റ്റ് നിങ്ങൾക്ക് വായിച്ചാൽ പക്ക മനസ്സിലാവും. ലൈക്ക് പക്ക ഒരു സേഫ് ഗെയിം പോസ്റ്റ് ആണ്. അതായത് അവിടെയും ഇവിടെയും ഇല്ലാതെ നടുക്കി കൂടെ ഒരു ആദ്യം ഹെയ്റ്റും അൺഫോളോസ് ഒന്നും കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ഇത്രയും ദിവസത്തിന് ശേഷം ഇട്ടൊരു പോസ്റ്റ്. അത് അപ്പൊ തന്നെ കണ്ടാൽ മനസ്സിലാവും എല്ലാവരുടെയും പ്രശ്നം. കാരണം അതൊന്നും ഒതുക്കി തീർക്കാൻ ഒരു കണ്ണിപ്പൊടി ഇടാൻ വേണ്ടിയിട്ടൊരു പോസ്റ്റാണത്. അതിന്റെ ഇടയിൽ പുള്ളിക്കാരൻ ഇത്രയും വർഷം, എനിക്ക് തോന്നുന്നു ഞാൻ അറൌണ്ട് 2018 തൊട്ട് കണ്ട് പുള്ളിക്കാരനെ ഫോളോ ചെയ്യുന്ന ഒരാളാണ് ഞാൻ. ആ സമയം തൊട്ട് ഫോളോ ചെയ്യുന്ന ആളായതുകൊണ്ട് ഞാൻ പുള്ളിക്കാരിക്ക് ഒരു കമന്റ് ഇട്ടു. അതായത് എന്തുകൊണ്ട് ഇത്രയും ദിവസം സൈലന്റ് ആയിട്ട് നിന്നിട്ട് ഇന്നൊരു സേഫ് ഗെയിം പോസ്റ്റ് എന്തിനാണ്, അതിന്റെ ആവശ്യം എന്താണെന്ന് ചോദിച്ചിട്ട് ഞാൻ ഒരു കമന്റ് ഇട്ടു. ആൻഡ് ഗസ് വാട്ട്, പുള്ളിക്കാരനെ ബ്ലോക്ക് ചെയ്തു. ആ വീഡിയോയുടെ ആ പോസ്റ്റിന്റെ അടിയിൽ അറൌണ്ട് 500 കമന്റ്സ് കണ്ടിട്ടുണ്ടായിരുന്നു. സോ പുള്ളിക്കാരി അപ്പോൾ പേളി ചേച്ചി ഒരു ദിവസം ഇരുന്ന 500 വരെയൊക്കെ ബ്ലോക്ക് ചെയ്യും. എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ നോക്കുന്ന സമയത്ത് അതിനകത്ത് കൂടുതൽ പോസിറ്റീവ് കമന്റ്സ് ആയിരുന്നു. ഇപ്പൊ എനിക്ക് മനസ്സിലായി എങ്ങനെയാണ് ഇതിനകത്ത് ഇത്രയും പോസിറ്റീവ് കമന്റ്സ് വന്നത്. സോ ഇത് എങ്ങനെയും പേളി ചേച്ചി കാണാൻ എനിക്ക് പറയാനുള്ളത്, ഞാൻ ഇങ്ങനെയുള്ള ഇൻഫ്ലുവൻസ്, എസ്പെഷ്യലി പേളിമാണിനെ പോലെ എന്തും എപ്പോഴും തുറന്നു പറയാൻ ധൈര്യമുള്ള അല്ലെങ്കിൽ ഒരു സ്പൈനുള്ള ഒരു ഇൻഫ്ലുവൻസർ എന്ന നിലയിൽ ഞാൻ കരുതിയിട്ടുള്ള ഒരാളായിരുന്നു പേളിമാണി. സോ പുള്ളിക്കാരുടെ ഒന്നും കയ്യിൽ നിന്ന് ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തൊരു കാര്യമല്ല ഇത്. ആൻഡ് നമുക്ക് ഒരു പോസ്റ്റ് ഇടാനുള്ള റൈറ്റ്സ് ഉണ്ടെങ്കിൽ അതിൽ കമന്റ് ഇടാനുള്ള റൈറ്റ്സ് ഉണ്ട്. എന്തിനാണ് ബ്ലോക്ക് ചെയ്തതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തായാലും വോട്ടെവർ, നിങ്ങൾക്ക് ബ്ലോക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യാട്ടോ. നിങ്ങൾ കേട്ടല്ലോ, നിലപാടുകളുടെ രാജകുമാരി എന്ന് പറഞ്ഞിരുന്ന നമ്മളെ പേർലിമാണിയുടെ ഇപ്പോഴത്തെ അവസ്ഥ. ഇത്രയും കാലമുണ്ടല്ല ചെയ്യുന്ന വീഡിയോയിലൊക്കെ ക്യൂട്ട്നെസ് വാരി വിതറിയിട്ടുണ്ടല്ല, ആൾക്കാരെ മൊത്തം പറ്റിച്ച്. പക്ഷെ ഒരു നാളെ ക്യൂട്ട്നെസിന്റെ ഇടയിലുള്ള ചാണകമുഖം ഉണ്ടല്ല, ആ ചാണകമുഖം പുറത്തു വരുന്നത് നമ്മളെ പേർലിമാണി ഉണ്ടല്ല, മാണി വരെ വിചാരിച്ചിട്ടില്ല. ഇപ്പൊ വേറൊരു സംഭവം വെച്ചാൽ നമ്മളെ പേർലിമാണി ചാണകത്തിൽ ചവിട്ടി അറിഞ്ഞ പാടുണ്ടല്ല, സംഘികളുണ്ടല്ല ഫുൾ സപ്പോർട്ട്, പേർലിമാണിക്ക് ഫുൾ സപ്പോർട്ടായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് പേർലിമാണിയോട് ഞാനൊരു കാര്യം പറട്ടെ, സംഘികളുടെ സപ്പോർട്ടും കൊണ്ടാണ് നീ മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ നിന്റെ കരിയർ നിന്റെ കരിയർ തീർന്നു നീ കരുതിക്കോ. സംഘികൾ ആരെയൊക്കെ വളർത്താൻ നോക്കിയിട്ടുണ്ടോ അവരൊക്കെ ഉണ്ടല്ല, അവരൊക്കെ തളർന്നിട്ടേ ഉള്ളൂ. അതുപോലെ സംഘികൾ തളർത്താൻ നോക്കിയവരുണ്ടല്ല, ആ തളർത്താൻ നോക്കിയവർ മൊത്തം ഉണ്ടല്ല വളർന്നിട്ടേ ഉള്ളൂ. അപ്പോഴെന്തായാലും നല്ലോണം ചാണകം ചവിട്ടിയ നമ്മളെ പേർലിമാണിക്കും ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ.